നമസ്കാരം. നിലമ്പൂരിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കഥ എഴുതാൻ പോകും. എം സ്വരാജ് AKG സെന്ററിലേക്ക് പോകും. താൻ നിയമസഭയിലേക്ക് പോകും എന്ന് പറഞ്ഞത് PV അൻവറാണ്. ഫലം വന്നപ്പോൾ നിയമസഭയിലേക്ക് പോകുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. PV അൻവർ കരുത്തുകാട്ടി എന്നതിൽ തർക്കമില്ല. കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞതുമില്ല. എം സ്വരാജിനെ രംഗത്തിറക്കിയപ്പോൾ LDF ലക്ഷ്യമിട്ടത് കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാലിടറിയത്. ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നു. നിലമ്പൂരിൽ ഭരണവിരുദ്ധമോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന UDF-ൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, LDF-ൽ നിന്ന് ശ്രീ PP ചിത്തരഞ്ജൻ MLA, NDA-ൽ നിന്ന് ശ്രീ യുവരാജ് ഗോകുൽ എന്നിവരാണ്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്കാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വലിയ വിജയമാണ് നിലമ്പൂരിൽ UDF-ന് ഉണ്ടായിരിക്കുന്നത്. UDF-നെ വിജയിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല? നമുക്ക് 2011 ഡീലിമിറ്റേഷന് ശേഷം ഈ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ള ചരിത്ര ഭൂരിപക്ഷമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ 11,000-ലധികം വരുന്ന വോട്ട് ലഭിച്ചുകൊണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൃത്യമായി അനലൈസ് ചെയ്താൽ കഴിഞ്ഞ പ്രാവശ്യം LDF-ന് 2021 LDF-ന് ഇവിടെ 81,227 വോട്ടുകൾ ലഭിച്ചിരുന്നു. 47% വോട്ട് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 66,660 വോട്ടായി കുറഞ്ഞിരിക്കുന്നു. 38% വോട്ടായി മാറിയിരിക്കുന്നു. അതായത് 9% കുറവ് LDF-ന് ഉണ്ടായിട്ടുണ്ട്. ആ 9% വോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 15,000 വോട്ട്, 14,567 വോട്ടിൻ്റെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് LDF-ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ PV അൻവർ 19,760 വോട്ട് പിടിച്ചിരിക്കുന്നു. UDF-നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വോട്ടിൻ്റെ ചോർച്ച ഉണ്ടായിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരേ സമയം PV അൻവറിനോടും അതേസമയം LDF-നോടും മത്സരിച്ചാണ് ഇത്തരത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡീലിമിറ്റേഷന് ശേഷം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യമായി നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇനി എന്ത് പറഞ്ഞാലും CPM-ഉം ഇടതുപക്ഷവും എന്ത് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ഭരണം UDF-ൻ്റെ ഭാഗത്തേക്ക് വരാൻ പോകുന്നതിൻ്റെ സെമിഫൈനൽ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടുവാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിലമ്പൂരിലെ ജനങ്ങൾ കേരള പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വിജയം ഉണ്ടാകുന്നതിന് അടിസ്ഥാനപരമായ കാരണം UDF-ൻ്റെ ഒത്തൊരുമയും കെട്ടുറപ്പുമാണ്. UDF-ൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒത്തൊരുമ. ഇവിടെ കോൺഗ്രസിനോളം തന്നെ പ്രാധാന്യമുള്ള കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ പാർട്ടി മറന്നുകൊണ്ട് UDF എന്ന ഒറ്റക്കെട്ടായ ആശയത്തിൻ്റെ പിന്നിൽ അടിനടന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം, അതിലെല്ലാ നേതാക്കന്മാരും, കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും അതുപോലെ UDF-ൻ്റെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം. ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ആശാവർക്കർമാരുടെ സമരമുണ്ട്, ക്ഷാമ പെൻഷനുകൾ മുടങ്ങിയതുണ്ട്, എല്ലാം സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൻ്റെ ഗുണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. 9% എന്ന് പറയുമ്പോൾ ഓരോ 100 വോട്ട് ചെയ്യുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്ന വോട്ടുകളിൽ 100 പേർ വോട്ട് ചെയ്തപ്പോൾ 9 പേർ വീതം ആ സർക്കാരിനെതിരായി വോട്ട് ചെയ്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അങ്ങനെ 9 വോട്ടെന്ന് പറയുമ്പോൾ ശരാശരി ഇവിടെ 850-900 ബൂത്തുകളാണ് ഓരോ ബൂത്തിലുമുള്ളത്. നേരത്തേക്കാണ് കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ 263 ബൂത്തുകളാണുള്ളത്. ആ ഓരോ ബൂത്തിലും ഏകദേശം 100ഓളം വോട്ടുകൾ അല്ലെങ്കിൽ 900 വോട്ടുള്ള ബൂത്താണെങ്കിൽ 81 വോട്ടുകൾ വീതം LDF-ൻ്റെ ഭാഗത്തുനിന്ന് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊള്ളുവാൻ ഇടതുപക്ഷം തയ്യാറാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒത്തൊരുമയുടെ വിജയം എല്ലാ അർത്ഥത്തിലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നു. ജനങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞങ്ങൾ ഇതിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. തുടരുക ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ശ്രീ PP ചിത്തരഞ്ജൻ, എന്തുകൊണ്ട് നിലമ്പൂരിൽ LDF തോറ്റു? ശ്രീ PP ചിത്തരഞ്ജൻ. LDF തോറ്റതിൻ്റെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ
പരിശോധനകൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പൊതുവികാരമാണ് പ്രതിഫലിച്ചത് എന്ന അഭിപ്രായം അത് കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇവിടെ ഏറ്റവും അവസാന തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് 2024. ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെയാണെങ്കിൽ ചില കണക്കുകൾ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 95,194 വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞത് 77,737 വോട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത് 37,451 വോട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 66,660 വോട്ട് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു. ശരിയല്ലേ? UDF നേടാൻ കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതും 95,194, അവർക്ക് 77,737 ആയി. 37,451 ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് 66,660 ആയി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പാറ്റേൺ രണ്ടും രണ്ടാണ് എന്നുള്ള വാദമുണ്ടല്ലോ, അത് നമുക്ക് അത് തന്നെ അംഗീകരിക്കാം. ഞങ്ങളും അത് പറയുന്നു. ഇനി അങ്ങോട്ട് അവിടെ നിൽക്കട്ടെ. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ UDFൻ്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങളുടെ ഒറ്റ വോട്ടും സ്വതന്ത്രം ചോർത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ അവസാനത്തെ വോട്ടാണല്ലോ ഈ കിട്ടിയത്. ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ വോട്ട് ചോർന്നിട്ടില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന സ്വതന്ത്രം കൊണ്ടുവന്ന വോട്ടും കൊണ്ട് അയാൾ പോയി, അദ്ദേഹം പോയി. അതിൻ്റെ കണക്കുകൾ എങ്ങനെയാണ് പറയുന്നത്? കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കും. ഏറ്റവും അവസാനം നടന്നത് 2011 തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, തോമസ് മാത്യു. ഞങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് 60,733 ആണ്. 60,733 വോട്ട് കിട്ടിയ ഞങ്ങൾ ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചിഹ്നവറാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പകരം 2016 വന്നപ്പോൾ ഞങ്ങൾക്ക് സ്വതന്ത്രം എന്നുള്ള നിലയിലേക്ക് അൻവർ വന്നു. അദ്ദേഹം വന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള അന്നത്തെ വോട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ വോട്ടിങ്ങിനകത്ത് കൃത്യമായി ഞങ്ങൾ അന്നും പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായ ഒരു 60-നും 65-നും ഇടയിലുള്ള വോട്ടേ ഉള്ളൂ ആ മണ്ഡലത്തിൽ. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള ചില മണ്ഡലങ്ങളിൽ ചില സ്വതന്ത്രന്മാരായി വ്യക്തികളായി വരുന്ന ചിലരുടെ വോട്ടുകൾ കൂടി നിർണായകമാണ്. ആ വോട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ ആ വോട്ട് മുഴുവൻ UDFൻ്റെ പെട്ടിയിലേക്ക് ചെല്ലണമല്ലോ. അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സ്വതന്ത്ര വോട്ടൊന്നും കിട്ടിയില്ലെന്ന്. അപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ ഞങ്ങളൊരു 50,000 വോട്ടിന് താഴെ പോകണം, എങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണ്. ഞങ്ങൾക്ക് ആ ഒരു കുഴപ്പം വന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, പാർലമെൻറ്റ് ഇലക്ഷനിൽ വളരെ ദയനീയമായി പോയ ഞങ്ങളെ സംബന്ധിച്ച് 30,000-നടുത്ത് വോട്ട് ഒറ്റ വർഷക്കാലത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതലായി നേടാൻ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഇനി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ചില നീക്കുപോക്കുകൾ ചിലപ്പോൾ ഉണ്ടായി കാണാം UDF-ആയിട്ട്. പക്ഷേ ഘടകകക്ഷിയെ പോലെ ജമാഅത്ത് ഇസ്ലാമി വന്നിട്ടില്ല. ഘടകകക്ഷിയെ പോലെ ജമാഅത്ത് ഇസ്ലാമി കൂടെ കൂടുകയും അതോടൊപ്പം തന്നെ മത ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുകയും എന്തിനേറെ NDAയുടെ സ്ഥാനാർത്ഥിയായ വ്യക്തി, ഞങ്ങൾ പറഞ്ഞതല്ല, അദ്ദേഹം മുമ്പത്തെ ദിവസം എന്താ പറഞ്ഞത്, എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച വോട്ട് അത് കോൺഗ്രസ്സിന് പോയി. കാരണം ഇടതുപക്ഷം തോക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നണിക്ക് വോട്ട് കിട്ടിയാൽ ജയിക്കത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് വോട്ട് അവരും അപ്പുറത്ത് കൊടുത്തു. നിങ്ങളൊരു കാര്യം ഓർത്തോളണം, UDFൻ്റെ കൺവെൻഷനിൽ പോയി പങ്കെടുത്ത ആളാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ അവിടെ മത്സരിച്ചത്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് പേരിന് ഒന്ന് നിർത്താൻ പോവുകയാണ്. ഞങ്ങളവിടെ സ്ഥാനാർത്ഥിയെ പോലും നിർത്തുന്നില്ല എന്നാണല്ലോ BJP പറഞ്ഞത്. പിന്നീട് അവർ നിർത്തി. അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി പറഞ്ഞു. ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ള പല ഘടകങ്ങളും അവിടെ UDFന് ഗുണകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ തോറ്റില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, പരാജയം തന്നെ. പക്ഷേ ഞങ്ങളുടെ അടിത്തറ തകർന്നു. സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞാൽ എവിടെയാണ് ആ വികാരം കാണിക്കാൻ കഴിയുന്നത്? ഞങ്ങളുടെ വോട്ടിങ്ങിൻ്റെ നിലവാരത്തിൽ എവിടെയാണ് ഞങ്ങൾക്ക് കുറവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സ്വതന്ത്രം വന്നപ്പോൾ ഞങ്ങൾ ലീഡ് ചെയ്ത പഞ്ചായത്തുകളിൽ, ബൂത്തുകളിൽ അത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളെ ആരെയും കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതും ശരിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയാണ് 66,000 വോട്ട് കിട്ടാൻ പോണത്? 66,660 വോട്ട് ഞങ്ങൾക്ക് ലഭ്യമായി എന്ന് പറയുന്നത്
ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടിൽ വെള്ളം കയറിയിട്ടില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരവും ഇല്ല. എന്ന് മാത്രമല്ല, UDF വിജയം തന്നെയാണെങ്കിലും അവരുടെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്ത 30,000-ഓളം വരുന്ന ആൾക്കാർ ഇത്തവണ, ഒരു വർഷത്തിന് മുമ്പ് കൈപ്പത്തി വോട്ട് ചെയ്ത ആൾക്കാർ ഇത്തവണ അവർക്കാണോ വോട്ട് ചെയ്തത്? അല്ല, 20,000-ഓളം ആൾ അവർക്കാണോ വോട്ട് ചെയ്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്ന ഏതാണ്ട് 30,000-ഓളം വരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ വിജയം തന്നെയാണ്. പക്ഷെ അപ്പോഴും ശ്രീ പി ചിത്തരഞ്ജൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വാദമുണ്ടല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എത്തുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റവും, അത് ആ വാദത്തിന്, താങ്കൾ തന്നെ ഉന്നയിച്ച വാദത്തിന് വെല്ലുവിളിയാകുമല്ലോ ശ്രീ പി ചിത്തരഞ്ജൻ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ വാദം ഉന്നയിച്ചിരിക്കുന്നില്ല. കാരണം എന്നും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പറയും അസംബ്ലിയും പാർലമെൻറ്റും രണ്ടും രണ്ടാണ്. പക്ഷെ കോൺഗ്രസ് ഊറ്റം കൊള്ളാൻ കഴിയുന്ന നിലയിൽ അവരുടെ കൈപ്പത്തി ചിഹ്നത്തിന് തന്നെ ഒരു വർഷത്തിന് മുമ്പ് വോട്ട് ചെയ്ത ആൾക്കാരിൽ ഇത്രയും 20,000 ആൾക്കാർ മാറി വോട്ട് ചെയ്തില്ലേ? എന്തേ അവരത് കാണാത്തത്? ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് വോട്ട് കുറയാൻ പോണത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടെങ്കിലും നിൽക്കത്തില്ലേ? ഇനി അതെല്ലാം പോട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞങ്ങൾ ഏറ്റവും അവസാനം ഈ സ്വതന്ത്രം ഇല്ലാതെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ഭാഗം ന്യായമാണ്. ഞങ്ങൾക്ക് അന്ന് കിട്ടിയതിനേക്കാൾ 6,500 വോട്ട് കൂടുതൽ കിട്ടിയില്ലേ? അപ്പോൾ ഞങ്ങളുടെ എവിടെയാണ് അടിത്തറ തകർന്നത്? സർക്കാർ വിരുദ്ധമായിട്ടുള്ള തിരിച്ചടി ഉണ്ടെങ്കിൽ അത്ര വോട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടണത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇതിനകത്ത് യാതൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ അടിത്തറക്ക് പോലും ഒരു പോറലേറ്റിട്ടില്ല. എന്നാൽ പരാജയത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച നിലയിലേക്കുള്ള വോട്ടുകൾ കിട്ടാതിരുന്ന ബൂത്ത് ഏതാണ്, പഞ്ചായത്ത് ഏതാണ് എന്ന് പരിശോധിച്ചുകൊണ്ട് എവിടെയാണോ ഞങ്ങൾക്ക് അവിടെ തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണോ തിരുത്തു വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണോ ശ്രദ്ധിക്കേണ്ടത്, അത് നോക്കി ഞങ്ങൾ കൂടുതൽ വിജയത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയും. UDF സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം കരസ്ഥമാക്കി എന്ന നിലയിലേക്ക് അവർക്ക് ആഹ്ലാദിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ അവകാശവാദം ശരിയല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, താങ്കൾ തുടരുക. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ UDF വലിയ വിജയമുണ്ടായി, എങ്ങനെ NDA സ്ഥാനാർത്ഥി ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീ പി ചിത്തരഞ്ജൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തെ എങ്ങനെയാണ് NDA കാണുന്നത്? നേരത്തെ തന്നെ താല്പര്യമില്ലായിരുന്നുവല്ലോ ഇത്തരമൊരു തെരഞ്ഞെടുപ്പിനോട് NDAക്ക്. BJP പറഞ്ഞത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരുന്നു. തുടക്കത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ള സംശയം വന്നു, പിന്നീട് ഒരു സ്ഥാനാർത്ഥി വരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ വിവാദങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായതുമാണ്. നോക്കൂ, കേരളത്തില് കഴിഞ്ഞ 9 വർഷത്തെ LDF ഭരണം സമ്മാനിച്ചിരിക്കുന്ന ഒരു നിരാശയുണ്ട്. ആ നിരാശ എന്ന് പറയുന്നത് കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങളും സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ പൊളിറ്റിക്കലി ആർക്കാണോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയമായ സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്, അവരിലേക്ക് അത് വോട്ട് തിരിയാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വർഗീയവാദികളെ അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ച് മാത്രമേ തങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള തലത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് UDF കേന്ദ്രങ്ങൾ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും UDFൻ്റെ ഈ വിജയം എന്ന് പറയുന്നത് അവരുടെ കൂടി വിജയമായിട്ട് മാറുകയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് UDF വേഴ്സസ് LDF എന്നുള്ളൊരു മത്സരമായിരുന്നില്ല എന്നുള്ളതിലുപരി ആ മത്സരം ജമാഅത്തെ ഇസ്ലാമി വേഴ്സസ് PDP എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. UDFനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള കക്ഷികൾ കടന്നു വരുമ്പോൾ LDFന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് PDPയെ പോലുള്ള കക്ഷികൾ കടന്നു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നടന്നിരിക്കുന്ന ഒരു പോരാട്ടം തങ്ങളിൽ ആർക്കാണ് കൂടുതൽ ശേഷി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ആ രണ്ട് കക്ഷികൾക്കിടയിൽ കൂടി നടന്നിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ രണ്ട് മുന്നണികളെയും വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ BJPയുടെ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അവിടെ നിന്ന് നേടാൻ സാധിച്ചിട്ടുള്ള അത്രയും വോട്ടുകൾ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അല്പം കൂടുതൽ തന്നെ നമുക്ക് നേടുവാൻ വേണ്ടിയിട്ട് അവിടെ സാധിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടുകൾ ഇങ്ങോട്ടേക്കും ചോർന്നു പോയിട്ടില്ല. പിന്നെ ശ്രീ മോഹൻ ജോർജ് നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തെ വളച്ചടിച്ച് മറ്റൊന്നായി വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള ചില പരാമർശങ്ങൾ ചില കോണുകളിൽ നിന്ന് വരികയും അത് വലിയ വാർത്തകളാക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും BJP വോട്ട് ചോർന്നു എന്നുള്ള നിലയിലല്ല അദ്ദേഹം പറഞ്ഞു. ക്ഷമിക്കണം, എനിക്ക് 2 ദിവസമായിട്ട് പനിയുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്.
അത് വോട്ടുകൾ ചോർന്നു എന്നുള്ള നിലയിലല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞെന്താണ്, മലയോര കർഷക മേഖലകളിൽ BJPക്ക് കുറച്ച് കൂടുതലായിട്ട് മുന്നേറ്റം നടത്തുവാൻ സാധിക്കുമായിരുന്നു. ആ സാധിക്കുമായിരുന്ന മേഖലകളിലെ വോട്ടുകളിൽ പലതും അവിടെ ജയസാധ്യത കൂടുതൽ UDFനാണ് എന്ന് തോന്നിയത് കൊണ്ട് അത് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തലത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് BJPയുടെ കോർ വോട്ടുകളോ BJPയുടെ പൊളിറ്റിക്കൽ വോട്ടുകളോ ഏതെങ്കിലും ഒരു കക്ഷിയിലേക്ക് മറിഞ്ഞു എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശമൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഭാരതീയ ജനതാ പാർട്ടി കുറിച്ച് സംഭവിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് വോട്ടിന്റെ പാറ്റേൺ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനുകളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പൊളിറ്റിക്കൽ വോട്ട് നിലനിർത്തുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു മികച്ച സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തുടരുക. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് PV അൻവർ ആ മണ്ഡലത്തിൽ നേടിയ വോട്ടുകൾ, ഈ പ്രചാരണ സമയത്ത് ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അൻവർ UDFന് കൂടുതൽ സ്വീകാര്യനാവുകയാണോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അല്ല, അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലോ. ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ റിസൾട്ടിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി അവലോകനം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ UDFിൻ്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്തൊക്കെയോ പറഞ്ഞു പോയി. ഞങ്ങൾക്കൊരു പരാജയം സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വിജയമേ ഉള്ളൂ, സാങ്കേതികമായി പരാജയപ്പെട്ടേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കണം. നിങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തരുത്, നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഒരിക്കലും നിങ്ങൾ അതിൽ മാറ്റം വരുത്തരുത്. താങ്കൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് 2011 ഞങ്ങൾക്ക് 60,733 വോട്ട് കിട്ടി, ഇപ്പോൾ ഞങ്ങൾക്ക് 66,660 വോട്ട് കിട്ടി എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞത്. ഈ 2011 എത്ര വോട്ട് പോൾ ചെയ്തതെന്ന് താങ്കൾക്കറിയാമോ? 2011 1,36,355 വോട്ട് പോൾ ചെയ്തപ്പോൾ 2025 1,74,667 വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 40,000 വോട്ടുകൾ അധികമായി പോൾ ചെയ്തിട്ടുണ്ടെന്ന കാര്യം താങ്കൾ മറക്കരുത്. മാത്രമല്ല, ശതമാനക്കണക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് 2011 അവിടെ ലഭിച്ചത് 44.5% വോട്ടാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത് 38% വോട്ടാണ്. എന്ന് പറയുമ്പോൾ അവിടെയും 6% കുറവുണ്ട്. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഉണ്ടായിരുന്ന 2011 നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിനേക്കാൾ 6% വോട്ട് കുറവാണ്. ശതമാനക്കണക്കിലാണ് ഞാൻ പറയുന്നത്. 6% വോട്ട് നിങ്ങൾക്ക് ഇപ്പോഴും കുറവാണ് എന്ന കാര്യം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതില്ല. ഞാൻ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇനി താങ്കൾ പറയുന്നു പാർലമെൻറ്റിൽ ജയിച്ചത് പാർലമെൻറ്റുമായിട്ടാണ് നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്യുന്നത്. ഇത്രയും ദിവസം നിങ്ങൾ അങ്ങനെയല്ലോ കമ്പയർ ചെയ്തത്. ഇത്രയും ദിവസം നിങ്ങൾ 2,700 വോട്ടിന് ജയിച്ചതാണ്, ഞങ്ങളിപ്പോൾ 1,483 വോട്ടിന് ജയിക്കുമെന്നൊക്കെ നിങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നവരല്ലേ. അതിനപ്പുറത്തേക്ക് അങ്ങനെയാണെങ്കിൽ 2019 പാർലമെൻറ്റിൽ ഇതുപോലെ വലിയ വിജയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 2021 അതിനുശേഷവും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാർലമെൻറ്റിലെ പാറ്റേണും വയനാട് ഉൾപ്പെടുന്ന അസംബ്ലി സെഗ്മെൻറ്റുകളിൽ പിന്നെ പാർലമെൻറ്റിലെ പാറ്റേണും അസംബ്ലിയിലെ പാറ്റേണും രണ്ടും രണ്ടാണ് എന്ന് ബോധ്യപ്പെടുന്നവരാണ് നമ്മൾ. എന്നിട്ടും നിങ്ങൾ തിരുത്തുന്നില്ല. തിരുത്തണ്ട, അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി താങ്കൾ പറഞ്ഞു UDFിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തവരാണ് BJPയുടെ സ്ഥാനത്ത്. അയാൾ ഏതോ ഒരു ഘടകകക്ഷിയുടെ എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുപോയി. നിങ്ങൾ ശ്രമിച്ചതല്ലേ? നിങ്ങളും അത്തരത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു? പോട്ടെ, LDFിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, CPMൻ്റെ ഉന്നതനായ ഒരു നേതാവ്. എന്തൊരു അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് ഈ പൊതുസമൂഹത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ പെടാപ്പെടപ്പെട്ടത്? അത്തരത്തിലൊരാൾ M സ്വരാജിനെ പോലെ ഒരാളിനെ ഈ നിലമ്പൂരിൽ കൊണ്ടു നിർത്തി 11,000-11,000-ലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചെങ്കിൽ എന്നിട്ടും നിങ്ങൾ പറയുന്നു ഞങ്ങൾക്കൊരു തോൽവിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് നല്ല നമസ്കാരം എന്നല്ലാതെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? സ്വരാജ് അങ്ങനെ പറയുമോ? അപ്പോൾ സ്വരാജിനെ പോലെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് നിങ്ങൾക്ക് 38%, ഞാൻ പറഞ്ഞത് ഡീലിമിറ്റേഷന് ശേഷം 2011 ശേഷം നിങ്ങൾക്ക് 40% നിങ്ങൾ താഴെ പോകുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ്. നിങ്ങൾ എപ്പോഴും നല്ല ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ച് ഡീലിമിറ്റേഷന് ശേഷം ഇങ്ങനെ ഒരുപാട് താഴോട്ട് പോയിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അദ്ദേഹം പറയുന്നത് ജമാഅത്തെ, ഇതൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ സംബന്ധിച്ച്, ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ട് വന്നു രഹസ്യമായിട്ട് വന്നതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അവരെല്ലാം നല്ല ജനാധിപത്യവാദികളും മതേതരവാദികളും ആവുകയും അവർ തിരിച്ചൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർ വർഗീയവാദികളാകുകയും ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ PDPയുടെ പിന്തുണ ആർക്കായിരുന്നു? അപ്പോൾ അതൊന്നും നമ്മളെ പഠിപ്പിക്കേണ്ട. യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുന്നേ, ജനങ്ങളുടെ വിധിയെഴുത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നേ. നിങ്ങൾക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡീലിമിറ്റേഷന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പരാജയം, ആ പരാജയം ഉണ്ടാകുമ്പോഴും M സ്വരാജിനെ പോലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന ഒരാളിനെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള പരാജയം. ഞങ്ങളുടെ മുമ്പിൽ സ്വതന്ത്രം വന്നപ്പോൾ ഞങ്ങൾക്ക് കുറേ നേട്ടങ്ങളുണ്ടായി, 2 പ്രാവശ്യം ജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അൻവറായിരുന്നു മിടുക്കരെന്ന് നിങ്ങൾ പറയാതെ പറയുകയല്ലേ? അതുകൊണ്ടാണ് ഞാൻ 2011 വോട്ടിനെ കുറിച്ച് ചോദിച്ചത്. ഇവിടെ ഞങ്ങൾ മത്സരിച്ചത് ആരോടൊക്കെയാണ്? ഞങ്ങൾ മത്സരിച്ചത്
ഇടതുപക്ഷത്തോടും അതുപോലെ തന്നെ കഴിഞ്ഞ 9 വർഷമായി ഈ നിയമനത്തിൻ്റെ MLA ആയിരുന്ന ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്ന ഇടതുപക്ഷവുമായി തെറ്റിദ്ധരിഞ്ഞ് അദ്ദേഹം രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ആ MLAയോടൊപ്പം 9 വർഷം കണ്ടിന്യൂസ് ആയി MLA ആയിരുന്ന ഒരാളോടൊപ്പമാണ് ഞങ്ങൾ മത്സരിച്ചത്. മറുഭാഗത്ത് ഇടതുപക്ഷത്തോടൊപ്പമാണ് ഞങ്ങൾ മത്സരിച്ചത്. ഇവർ രണ്ടുപേരെയും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത്. അതൊരു വിജയമായി നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അംഗീകരിക്കേണ്ടതില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അതേക്കുറിച്ച് നല്ല ബോധ്യവുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും ആണിത്. ഇത്രയും കാലം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് തൃക്കാക്കരയാകട്ടെ, പുതുപ്പള്ളിയാകട്ടെ, അല്ലെങ്കിൽ പാലക്കാടാകട്ടെ, അവിടെയൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുത്തതിൽ എന്താണ് മെച്ചം, എന്താണ് നേട്ടമെന്നാണ്. നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഇപ്പോൾ ഞങ്ങൾ ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ 4-5 വർഷത്തിലേക്ക് 4 വർഷത്തിലേക്ക് ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. അതും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതൊരു വിജയമല്ല, ഞങ്ങൾക്കൊരു പരാജയവുമില്ല, ഞങ്ങളുടെ വോട്ട് കൂടി. ഇതൊക്കെ പറയുമ്പോൾ ശതമാനക്കണക്കിൽ നമ്മൾ കൃത്യമായി പറയുകയല്ലേ. എന്നിട്ട് നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകരുത്. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. നിങ്ങൾ ഒരു തിരുത്തൽ നടത്തരുത്. നിങ്ങൾ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോയതിന് സർക്കാരിന് എതിരായി വന്നിട്ടുള്ള ഒരു വികാരം അതായത് 38% എന്ന് പറയുമ്പോൾ ബാക്കി 62% നിങ്ങൾക്കെതിരായി നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. അതിൽ 44% ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാണെന്ന് നിങ്ങൾ മറക്കരുത്. ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ കണ്ണടച്ചിട്ട് യാതൊരു കാര്യവുമില്ല സഖാവേ. രാജാവ് നഗ്നനാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടിൻ്റെ ഭാഗമാണ് ഇത്തരത്തിൽ സംഭവങ്ങളെന്ന് പറയുവാനുള്ള ആർജവം താങ്കളെപ്പോലെയുള്ള MLAമാർക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ തയ്യാറാകേണ്ടതുണ്ട്. അത് ചിത്രരചനയെ പോലെയുള്ളവർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ കഷ്ടമെന്നേ ഞാൻ പറയുന്നുള്ളൂ. തിരുത്താൻ തയ്യാറാകണം. ഇവിടെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ശാസിച്ചു, പാർട്ടി സെക്രട്ടറി മൈക്ക് കിട്ടിയാൽ എന്തും പറയരുതെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇത് UDFൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു UDFൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്ന്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? കഴിഞ്ഞ 9 വർഷമായി ഇവിടുത്തെ MLA ആയിരിക്കുന്നത് LDFൻ്റെ സഹപ്രവർത്തകനല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ ഇവിടെ വിജയം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അടിസ്ഥാനപരമായി ജോലിയെടുത്ത് പണിയെടുത്ത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിധിയെഴുത്താണിത്. അത് ഞങ്ങൾ നമ്രശിരസ്കാരയിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളത് അംഗീകരിക്കുന്നു. അങ്ങനെയുള്ളപ്പോഴും നിങ്ങൾ ഈ വിധിയെപ്പോലും വെല്ലുവിളിക്കുന്ന നിങ്ങളുടെ വാദഗതികൾ അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് താങ്കളിൽ നിന്ന് ഞാൻ ബോധ്യപ്പെടുന്നത്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ PP ചിത്തരഞ്ജൻ, ഇപ്പോൾ ഈ M സ്വരാജിനെ രംഗത്തിറക്കുമ്പോൾ അവിടെ നിലമ്പൂരിൽ LDF ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ്. അത് മറുഭാഗത്ത് ആരാണെന്നറിയാം. അതിനെ മറികടന്നുകൊണ്ട് പോകേണ്ട ഒരു സ്ഥാനാർത്ഥി അവിടെ വരണമല്ലോ. അപ്പോൾ അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് M സ്വരാജ് വരുന്നത്. അത് ഈ രാഷ്ട്രീയ വോട്ടുകൾ മാത്രം പിടിക്കാനല്ലല്ലോ ശ്രീ PP ചിത്തരഞ്ജൻ. നിലമ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിച്ചിട്ടുള്ളത് കാലങ്ങൾക്ക് മുമ്പാണ്. 35 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് പ്രതിദാനം ചെയ്ത മണ്ഡലമാണ്. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കൂടൊപ്പം സ്വതന്ത്രൻ കൂടെ ചേർന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അതിനകത്ത് മറച്ചു വെക്കാനൊന്നുമില്ല. സ്വതന്ത്രൻ വോട്ടുണ്ടല്ലോ. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞല്ലോ. ഞങ്ങളുടെ വോട്ട്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് സ്വതന്ത്രൻ കൊണ്ടുപോകാതിരിക്കാനും ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടിൽ കുറവ് വരുത്താതിരിക്കാനുമുള്ള ജാഗ്രത ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. സഖാവ് M സ്വരാജ് ഏറ്റവും സ്വീകാര്യനായ ഞങ്ങളുടെ പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ തന്നെ മത്സരിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടിൽ ഒന്നും ഒരു വെള്ളവും ചേർന്നില്ല. പിന്നെ ഇവിടെ ശതമാനത്തെക്കുറിച്ച് ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു ഈ മുഖ്യമന്ത്രിയുടെ പിടിപ്പ് കൊണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക്. ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കേരളത്തിലെ ചരിത്രം തിരുത്തി കുറിച്ചിട്ടുള്ളത്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ വിജയങ്ങളെല്ലാം കരസ്ഥമാക്കിയിട്ടുള്ളത്. നാളെ ഞങ്ങൾ വിജയം കരസ്ഥമാക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ അഥവാ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതിനകത്തുനിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുന്നവരല്ല. ഞങ്ങൾ വളരെ കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾ പിണറായി വിജയനെതിരായി എത്രയോ കാലമായി എന്തെല്ലാം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹത്തിനുള്ള ജനപിന്തുണയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ വെറുതെ കല്ലിലേക്ക് അടിച്ച് പല്ല് കളയണ്ട. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വലിയ ആവേശത്തോട് പറഞ്ഞല്ലോ ജയിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശതമാനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് അസംബ്ലി ഇലക്ഷന് കിട്ടിയ പെർസെൻറ്റേജ് 45.34. നിങ്ങൾക്ക് 45.34% വോട്ട് കിട്ടിയ സ്ഥാനത്ത് നിങ്ങൾ ഈ വമ്പൻ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അല്ലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇത്തവണ 43.79% വോട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കിട്ടിയ വോട്ട് നിങ്ങൾക്ക് ഇത്തവണ ഇല്ല. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ
നിങ്ങളുടെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് 78,527 78,527 വോട്ട് പിടിച്ച സ്ഥാനത്ത് നിങ്ങൾക്ക് ഇത്തവണ പിടിക്കാൻ കഴിഞ്ഞത് 77,737 ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടെ യോജിച്ച് ജമാഅത്ത് ഇസ്ലാമി അടക്കം നിങ്ങൾ കൂട്ടത്തിൽ ചേർത്ത് അതോടൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ അവിടുന്നും കുറച്ച് വാങ്ങി. ഇത് ചേർക്കാനൊന്നുമില്ല. എല്ലാ വർഗീയ ശക്തികളെയും കൂടെ കൂട്ടുപിടിച്ചിട്ടും 1000-ൽ താഴെ വോട്ട് ഈ 4.5 വർഷം നിങ്ങൾ പറയുന്നത് വലിയ മോശം ഭരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ട് കുറയുന്നത്? നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഒറ്റ വോട്ട് സ്വാതന്ത്ര്യം കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇത് തമ്മിലെങ്ങനെയാണ് ചേരണത്? ഒന്നെങ്കിൽ ഞങ്ങളുടെ വോട്ട് കൊണ്ടുപോയെന്നെങ്കിലും പറ. ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ വോട്ട് സ്വതന്ത്രം കൊണ്ടുവന്ന വോട്ടും കൊണ്ട് അദ്ദേഹം പോയി. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അവിടെ നിന്നു. ഈ കണക്കിനകത്തൊന്നും യാതൊരു നിലയിലുള്ള വ്യത്യാസവും ഞങ്ങൾ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ ജനവിധിയെ മാനിക്കുന്നു, ഞങ്ങൾ പരാജയത്തെ അംഗീകരിക്കുന്നു, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഞങ്ങളുടെ അടിത്തറ തകർന്നു, ഞങ്ങളിതേ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന വീമ്പിളക്കലുണ്ടല്ലോ, അത് വെറുതെ അതര വ്യായാമം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 99 സീറ്റിൽ ഈ നിലമ്പൂർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ച സീറ്റാണ്. അത് നഷ്ടപ്പെടരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചെന്നുള്ളത് ശരിയാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടിനകത്ത് വെള്ളം ചേർത്തുകൂടാ, അതിന് ചോർച്ച വന്നുകൂടാ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 1000 വോട്ടെങ്കിലും കൂടുതൽ കിട്ടണ്ടേ? ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 100 നിങ്ങൾക്ക് 1000 വോട്ട് 1% വോട്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടണ്ടേ? നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, നിങ്ങൾക്കത് കുറയുകയാണല്ലോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ നിലയിലേക്കുള്ള അവകാശവാദം ഉന്നയിക്കാൻ എന്താ ഇതിനകത്ത് നിൽക്കുന്നത്? യാതൊരു കാര്യമില്ല. ഈ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യമില്ല. ഇനി നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. നിങ്ങളുടെ എല്ലാ ശക്തിയും എല്ലാം യോജിച്ച പ്രവർത്തനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചു. അതോടൊപ്പം തന്നെ അവർ എല്ലാ സംഘടനകളെയും യോജിപ്പിക്കാൻ വേണ്ടിയുള്ള നല്ല ധ്രുവീകരണം നടത്താൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തി. അതിനെല്ലാം റിസൾട്ട് വന്നിട്ടുണ്ട്, തർക്കമില്ല. ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. നിങ്ങളെല്ലാം കൂടെ ആഞ്ഞ് ശ്രമിച്ചിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഈ 1000 വോട്ടിൻ്റെ കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് വരട്ടെ, നമുക്ക് നോക്കാം. കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. ഞങ്ങൾക്കല്ല ആത്മവിശ്വാസമുണ്ട്. 2019-ൽ 2024-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്ന വേള ഞങ്ങൾ തോറ്റ് തുന്നം പാടിയിട്ടുണ്ടെങ്കിലും അന്നെല്ലാം ഞങ്ങൾ വളരെ അന്തസ്സായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അത് തന്നെ ഇവിടെ നിലമ്പൂർ സീറ്റിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും UDFനെ പരാജയപ്പെടുത്താനുള്ള ശേഷി ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ അംഗീകാരം നല്ല നിലയിലുണ്ട് എന്നുള്ളത് ഇപ്പോഴും തെളിയിക്കുന്നതാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു അൻവറിന്റെ കാര്യത്തിൽ ഇനി UDF എന്ത് തീരുമാനമെന്ന് ഉള്ളത് അത് കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടത്. പക്ഷെ അപ്പോഴും ഈ അൻവറിന് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ മണ്ഡലത്തിൽ. അദ്ദേഹം നേടിയ വോട്ടുകൾ നമ്മുടെ മുൻപിലുണ്ട്. അൻവർ ആരുടെ വോട്ട് പിടിക്കും എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്നപ്പോൾ UDF നേതാക്കൾ പറഞ്ഞതാണ് അദ്ദേഹം LDFന്റെ ഭാഗമായിരുന്നു. സ്വാഭാവികമായും ആ ഭാഗത്തെ വോട്ടുകൾ അദ്ദേഹം ചോർത്തുമെന്നുള്ളത്. അതുകൊണ്ട് ഈ UDFന് വലിയ വിജയമുണ്ടാകുമ്പോൾ അൻവർ ഇഫക്റ്റ് മണ്ഡലത്തിൽ നന്നായി പ്രവർത്തിച്ചു എന്നുകൂടി UDF അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അൻവറിന് ഏകദേശം 20,000-ഓളം 19,760 വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒന്നും തിരുത്തരുത്. അദ്ദേഹം പറഞ്ഞ വാദഗതിയിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കണം. അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങൾ വോട്ട് കുറഞ്ഞു. ഈ പറയുന്ന കേട്ടാത്തൊന്നും കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടിന് LDF ജയിച്ച സ്ഥാനത്ത് ഇപ്പോൾ വീണ്ടും LDF ജയിച്ചു, ഞങ്ങൾ വീണ്ടും പുറകോട്ട് പോയി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയാണ് സഖാവേ ഈ പറയുന്നത്? യാഥാർത്ഥ്യങ്ങളായി നിൽക്കുകയല്ലേ? അദ്ദേഹം ഞങ്ങളുടെ കണക്കൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോഴും 44% വോട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ 38.16%. നിങ്ങൾക്കറിയാമോ 2011-ൽ നിങ്ങൾക്ക് 44.5% വോട്ടുണ്ടായിരുന്നു. 2011-ൽ 2016-ൽ നിങ്ങൾക്ക് 47.91% വോട്ടുണ്ടായിരുന്നു. 2021-ൽ നിങ്ങൾക്ക് 46.9% വോട്ടുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നിങ്ങൾക്കിപ്പോൾ 38.16% വോട്ടേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വന്നിട്ടുള്ള കുറവ്, വോട്ടിൻ്റെ കുറവ് 14,567 വോട്ടാണ് എന്ന കാര്യവും താങ്കൾ മറക്കരുത്. നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 81,227 വോട്ട് ലഭിച്ച സ്ഥലത്ത് ഇപ്രാവശ്യം നിങ്ങൾക്ക് 66,660 വോട്ടേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും തമ്മിൽ 11,000 വോട്ടിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നു. നിങ്ങളും തമ്മിൽ 11,000 വോട്ട് മാത്രമല്ല,
PV അൻവർ നിങ്ങൾക്ക് ലഭിക്കേണ്ട നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കുറച്ച് വോട്ടും ഉൾപ്പെടെ PV അൻവർ 20,000 വോട്ട് പിടിച്ചു മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി എന്ന് സമ്മതിക്കാൻ പോലും മടിയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരാജയമാണ്, ഞങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തൽ വരുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്നതിന് പകരം ഇവിടെ പറയുന്നത് എന്താ, ഞങ്ങൾക്കൊരു പരാജയം ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ബേസ് വോട്ടല്ല അവിടെ തന്നെ അതുപോലെ ഇങ്ങനെ നിൽക്കുക. ആരാ മത്സരിച്ചത്? വീണ്ടും ഞാൻ ആവർത്തിക്കുക, ആരാ മത്സരിച്ചത്? CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അല്ലേ? ഈ സംസ്ഥാനത്തെ ഉന്നതനായ CPMൻ്റെ നേതാവ് അല്ലേ? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ പ്രഗത്ഭനായ വാഗ്മി, പിന്നെ എന്തുകൊണ്ടാണ് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നയാൾ എന്തായി? പവനായി, ശവമായി. അപ്പോഴെങ്കിലും നിങ്ങളതൊന്ന് ഉൾക്കൊള്ളണ്ടേ? ഇവിടെ ഇനി നിങ്ങൾ നിങ്ങളുടെ വർഗീയത പറയുന്നു, നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി എപ്പോഴും ലീഗിനെങ്കിലും അംഗീകരിച്ചല്ലോ, കോൺഗ്രസിനെ അംഗീകരിക്കുന്നില്ല. CPMൻ്റെ പ്രതിനിധി ലീഗ് നന്നായി പ്രവർത്തിച്ചുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ അതിന് പരാതി പറയാൻ വന്നില്ലല്ലോ. ലീഗും കോൺഗ്രസും UDFൻ്റെ പിന്നെ മണ്ഡലത്തിൽ പ്രാതിനിധ്യം ഉള്ളവരും പ്രാതിനിധ്യം ഇല്ലാത്തവരും പേരിന് പ്രാതിനിധ്യമുള്ളവരും ഉൾപ്പെടെ കേരള കോൺഗ്രസ്സുകാർ വന്നിരുന്നു. കേരള കോൺഗ്രസിൻ്റെ ഫ്രാൻസിസ് ജോർജ് MP വന്നിരുന്നു, മോൻസി ജോസഫ് MLA വന്നിരുന്നു. അതുപോലെ തന്നെ RSPയുടെ ശ്രീ ഷിബു ബേബി വന്നിരുന്നു, ശ്രീ NK പ്രേമേന്ദ്ര MP വന്നിരുന്നു. അവരെല്ലാവരും, എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും അവരെ കഴിയുന്ന എല്ലാ സഹായവും ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട്, ആളാൽ വന്ന് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത്രയും വിജയമുണ്ടായപ്പോൾ സ്വാഭാവികമായും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് ഒരു തുടക്കമാണ്. കഴിഞ്ഞ 9 വർഷമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് 2026 അടുത്ത വർഷം, അതായത് 6-7 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 7-8 മാസം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നുള്ളതിൻ്റെ സെമി ഫൈനൽ എന്ന നിലയിൽ വളരെ കൃത്യമായ, വളരെ കണിശതയാർന്ന പ്രവർത്തനം നടത്തുവാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് 10-11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാൻ ലഭിച്ചിട്ടുണ്ട്. എപ്പോഴും കണക്ക് പറയുമ്പോൾ ഭൂരിപക്ഷമാണല്ലോ. ആ ഭൂരിപക്ഷം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 9 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 8 ലോക്കൽ ബോഡി ആസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തും, ഇവിടെ ഒരു പഞ്ചായത്തിൽ മാത്രം, കരളായി പഞ്ചായത്തിൽ മാത്രമാണ് തുച്ഛമായ വോട്ടിന് 100 വോട്ടോ 100 വോട്ടിനോ നിങ്ങൾക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത്. ബാക്കി എല്ലായിടവും നിങ്ങൾ പിന്നിലാണ്. ആ പിന്നിലാണെന്ന് പറയുമ്പോൾ നിങ്ങളും തമ്മിലാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി വോട്ടുകൾ വേറെ പോയിട്ടുണ്ട്. അതൊരു സ്വന്തം വന്നപ്പോൾ കൊണ്ടുവന്നു, പിന്നെ പോയപ്പോൾ കൊണ്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് പേരിന് പറയാം. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന വസ്തുത മറക്കരുത്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടിനെ ഗൗരവത്തിൽ കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളത് ഉൾക്കൊള്ളില്ലെങ്കിലും ചെവിക്കൊള്ളില്ലെങ്കിലും ഞങ്ങൾക്ക് കാര്യമില്ല, ചെവിക്കൊണ്ടാലും കാര്യമില്ല, അത് നിങ്ങളുടെ വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഞങ്ങൾക്ക് നല്ല വിജയം നൽകിയിരിക്കുന്നു. അതിൽ ഞങ്ങൾ ജനങ്ങളോട് കടപ്പെട്ടിട്ടുള്ളവരാണ്. ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശരി, താങ്കൾ തുടരുക. ശ്രീ PP ചിത്തരഞ്ജൻ, ഞാൻ താങ്കളിലേക്ക് എത്താം. നേരത്തെ ശ്രീ യുവരാജ് ഗോകുലിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഈ LDFനും UDFനും എതിരായ ബദൽ രാഷ്ട്രീയം, അതാണ് തങ്ങൾ ഉയർത്തുന്നത് എന്ന് BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ആവർത്തിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു ബദൽ രാഷ്ട്രീയം ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? അല്ല, നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ BJPക്ക് അങ്ങനെ വലിയ മുന്നേറ്റങ്ങൾ പല ഉപതെരഞ്ഞെടുപ്പുകളും, ഒട്ടുമുക്കാൽ ഉപതെരഞ്ഞെടുപ്പുകളിലും 1-2 ഉപതെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നെയ്യാറ്റിൻകരയും അരുവിക്കരയും പോലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമാണ് എങ്കിൽ പോലും മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചൊരു ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടുകളെ ഞങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് 9.5 വർഷത്തോളം ആയ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, 9 വർഷം കടന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുമ്പോൾ, ഇപ്പോൾ ശ്രീ ചിത്തരഞ്ജൻ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരമേ ഇല്ല, ഞങ്ങൾക്ക് വോട്ട് കൂടി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊന്നും അല്ല. അദ്ദേഹത്തിന് സ്വതന്ത്രം കൊണ്ടുവന്ന വോട്ട് തിരിച്ചു പോയത് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ഒരു കുഴപ്പവും LDFന് പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് ശ്രീ ചിത്തരഞ്ജൻ പറയുന്നത്. അങ്ങനെയൊന്നും അല്ല യാഥാർത്ഥ്യം. 2011 അവിടെ ഇടതുപക്ഷം മത്സരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് 45% വോട്ടുണ്ട്. CPM സ്ഥാനാർത്ഥിക്ക് 45% വോട്ടുണ്ട്. അന്ന് ഈ പറയുന്ന സ്വതന്ത്രം കൊണ്ടുവന്ന വോട്ടൊന്നും അല്ലല്ലോ. അല്ലാതെ തന്നെ അവർക്ക് 44.54% വോട്ടുണ്ട്. അത് തന്നെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം. 45%ലേക്ക് താഴെ പോകുന്ന സാഹചര്യം ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല അവിടെ. പക്ഷെ ആ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ M സ്വരാജിനെ പോലെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമ്പോൾ പോലും CPMഉം കേരളത്തിലെ കുറെ പുസ്തകം എഴുതുന്നവരും വായിക്കുന്നവരും എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോലും വലിയ ആവേശവുമായിട്ട് എനിക്ക് വോട്ടുണ്ടായിരുന്നു,
കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിലമ്പൂരിൽ സ്വരാജിന് ചെയ്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടന്നിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനം 37-38 എന്നൊക്കെ ഉള്ള തലത്തിലേക്ക് താഴുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. CPM അങ്ങനെ ഒരു കാലഘട്ടത്തിലും ജയിച്ചിട്ടില്ലാത്തതൊന്നുമല്ലല്ലോ. അവർ പറയുന്ന പോലെ തന്നെ സഖാവ് കുഞ്ഞാലിയെ പോലെ ആൾക്കാർ അവിടെ ജയിച്ചിട്ടുള്ള സീറ്റ് തന്നെയാണ്. അവർക്ക് 45% പൊളിറ്റിക്കൽ വോട്ട് അവിടെ ഉള്ള മണ്ഡലവും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് അവർക്ക് അത് 37-38% ഇടിഞ്ഞു വരുന്നു എന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതേ പ്ലസ് ആയിട്ടാണ് PV അൻവറിനെ പോലുള്ള ഒരാളുടെ ഫാക്ടറിനെ കൂടി നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ രണ്ട് മുന്നണികൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്യണം എന്നുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ പ്രസൻസ് ആയിട്ട് നിന്നിരുന്ന PV അൻവറിന്റെ പ്രസൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടുകളെ നിലനിർത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനകത്ത് കാണുന്നത്. ശരി, ശ്രീ PP ചിത്തരഞ്ജനൻ, ഈ UDF NDA വാദങ്ങൾക്കുള്ള മറുപടി. അല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെന്ന് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ലല്ലോ. ജനവിധി അംഗീകരിക്കുന്നെന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഞങ്ങൾ പരാജയപ്പെടാൻ ഇടയായ അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച വോട്ട് ലഭ്യമായിട്ടില്ല എന്നത് എവിടുന്ന് എങ്ങനെ ഞങ്ങളത് കണ്ടെത്തി പരിശോധിച്ച് തിരുത്തുമെന്നല്ലേ ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ ഞങ്ങളങ്ങ് തകർന്ന് അടിഞ്ഞു പോയെന്നുള്ളതിലേക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒന്നും തകർന്നിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ചോർച്ച സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കുക അല്ലെങ്കിൽ അത് കൃത്യമായി അവതരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമല്ലേ എനിക്കുള്ളത്. ആ ഉത്തരവാദിത്വമാണ്. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ പ്രതിനിധി ഇപ്പോഴും പറഞ്ഞപ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ട് കിട്ടി. അങ്ങനെ ഇവരെന്തിനാണ് ഈ 4-4.25 വർഷക്കാലം ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടിയല്ലേ, ഇവരിവിടെ വലിയ തോതിൽ പ്രഖ്യാപിച്ചതല്ലേ. ഇവർക്ക് എന്താ സംഭവിച്ചത്? 2016 തെരഞ്ഞെടുപ്പിൽ BJP ഈ മണ്ഡലത്തിൽ പിടിച്ച വോട്ടെന്ന് പറയുന്നത് 2016 BJPക്ക് അന്ന് നേടാൻ കഴിഞ്ഞത് 12,284 വോട്ടാ. അപ്പോൾ BJP എങ്ങോട്ടാ വളരുന്നത്? പിന്നെ BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ വോട്ട് ഏത് കാലത്തും കോൺഗ്രസ്സിന് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിനു വേണ്ടിയുള്ള വഴികൾ അവർ കൃത്യമായി സൃഷ്ടിക്കും. അതിന് കിട്ടിയ പാലമാണ്, ഏണിയാണ് ഇത്തവണത്തെ മോഹൻ ജോർജ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പത്തെ ദിവസം സ്ഥാനാർത്ഥി തന്നെ പറയാനിടയായിട്ടുള്ള കാര്യം. അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ UDFൻ്റെ അവകാശവാദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോഴും വിട്ടാതെ പോയൊരു കാര്യമുണ്ടല്ലോ. ഞങ്ങൾക്ക് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 4 വർഷത്തിന് മുമ്പ് നടന്ന അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ തന്നെ DCC പ്രസിഡന്റ് മത്സരിച്ച കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് അവർക്ക് ഞങ്ങളുടെ ഗവൺമെൻറ്റിനെതിരായി വലിയ ജനവികാരമാണെങ്കിൽ അവർക്ക് അവരുടെ വോട്ട് വർദ്ധിക്കണ്ടേ? അവരുടെ വോട്ട് 1000 വോട്ട് എടുത്ത് കുറയല്ലേ ഉണ്ടായത്? 1% മുകളിൽ വോട്ട് അവർക്ക് കുറയല്ലേ ഉണ്ടായത്? അപ്പോൾ ഞങ്ങളുടെ സർക്കാരിനെതിരായി LDF സർക്കാരിനെതിരായി വലിയ ജനവികാരമാണെങ്കിൽ എന്തേ അത് UDFൻ്റെ വോട്ടായി വന്നില്ല എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ജനവികാരമൊന്നുമില്ല, LDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരമില്ല. അവിടെ വർഗീയമായി കിട്ടിയിട്ടുള്ള പ്ലസ് വോട്ടുകൾ, ആ വോട്ടുകൾ കോൺഗ്രസ്സിന് മുതൽക്കൂട്ടായി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ അനുഭാവികൾ എന്നുള്ള നിലയിൽ സ്വതന്ത്രനായി മത്സരിച്ച സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ആ വോട്ടിനകത്ത് വന്ന കുറവ്, ആ കുറവിനകത്ത് ഞങ്ങൾ കൃത്യമായി തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം പിടിക്കുന്ന വോട്ടിനെ ആശ്രയിച്ച് 9 വർഷക്കാലം MLA ആയി പ്രവർത്തിച്ച ഒരു വ്യക്തി സ്വാഭാവികമായി ജനപ്രതിനിധിയാണ്. LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളാകെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് ആ MLA ആയിരിക്കുമല്ലോ. ന്യായമായി ജനങ്ങൾക്ക് ആ MLAയോട് ഒരു താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായ സന്ദർഭത്തിൽ അദ്ദേഹം 2016 മത്സരിക്കുമ്പോൾ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ, 5 വർഷത്തെ പ്രവർത്തന ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരല്ലാതെ ഞങ്ങൾക്ക് എവിടെയാണ്, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് എവിടെയാണ് 45% വോട്ട്? രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വന്നപ്പോൾ നമ്മൾ 65 മണ്ഡലം 75 മണ്ഡലമായിട്ടല്ലല്ലോ ഇതിനെ ചിത്രീകരിക്കേണ്ടത്. ഇതിനെ പുതിയ ഡീലിമിറ്റേഷനൊക്കെ വന്ന് ഇന്നത്തെ നിലമ്പൂർ വന്നതിന് ശേഷം ഞങ്ങൾക്കിവിടെ 45% വോട്ടേ ഇല്ല. ഞങ്ങൾ ഈ സ്വതന്ത്രൻ വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ 43% വോട്ട്, ഞങ്ങൾക്ക് അന്ന് 43.48% വോട്ട് നേടാൻ കഴിഞ്ഞത്. 2021 ഞങ്ങൾക്ക് 45.43% വോട്ട് നേടാൻ കഴിഞ്ഞത്. ആ വോട്ടിനകത്ത് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു ഞങ്ങളത് മാത്രമല്ല, ഞങ്ങളത് മാത്രമാണെങ്കിൽ ഞങ്ങളെന്തിനാണ് സ്വതന്ത്രം നിർത്തുന്നത്?
ഞങ്ങൾക്ക് അങ്ങ് മത്സരിച്ചാൽ പോരെ. ഞങ്ങൾ മത്സരിക്കാൻ എന്തുകൊണ്ടാണ്? ഞങ്ങൾ നേരിട്ട് മത്സരിച്ചാൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. പി ചിത്രരഞ്ജന്, അങ്ങനെയെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത്തരം ഒരു പരീക്ഷണത്തിന് മുതിർന്നില്ലല്ലോ. ഇതിനൊരു രാഷ്ട്രീയ പോരായി മാറ്റുകയാണല്ലോ LDFും CPIയും ചെയ്തത്. ശ്രീ പി ചിത്രരഞ്ജൻ, ഞങ്ങൾ അതുകൊണ്ടാണ് ചെയ്തത്. ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ കണക്കൂട്ടൽ ശരിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് തന്നെ മത്സരിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറയിൽ ഒരു കോട്ടവും സംഭവിക്കാത്ത നിലയിൽ മുന്നോട്ട് പോകണം. പി ചിത്രരഞ്ജൻ, ആ വാദത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ജയിക്കാൻ വേണ്ടിയല്ല അവിടെ LDF മത്സരിച്ചത്, മറിച്ച് ഈ രാഷ്ട്രീയ വോട്ടുകൾ നേടാൻ വേണ്ടി മാത്രമുള്ള ഒരു മത്സരം എന്ന് താങ്കൾ തന്നെ പറയുകയാണോ? അല്ല, രാഷ്ട്രീയ വോട്ടിൽ ചോർച്ച വന്നുകൂടാ. ഞങ്ങൾക്ക് ജയിക്കുകയും ചെയ്യണം. ഞങ്ങൾ ജയിക്കാനാണല്ലോ, ഏത് സ്ഥാനാർത്ഥിയും മത്സരിക്കണം ജയിക്കാനല്ലേ. NDA ജയിക്കുമെന്നല്ലേ പറഞ്ഞത്, അൻവർ ജയിക്കുമെന്നാണ് പറഞ്ഞത്, ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് പറഞ്ഞത്, സ്വരാജ് ജയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മത്സരിക്കുന്നവരാരെങ്കിലും തോക്കുമെന്ന് പറയുമോ? ഞങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിച്ചത്. സഖാവ് സ്വരാജ് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് എന്താ, ഞങ്ങളുടെ അടിത്തറ മുഴുവൻ തകർത്തെല്ലാം ഇവിടെ ഒഴിച്ചു പോയിരിക്കുന്നു എന്ന നിലയിൽ പറയുന്നതിനകത്ത് അർത്ഥമില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഞങ്ങളുടെക്കെതിരായിട്ടുള്ള ശക്തമായ വികാരമാണെങ്കിൽ UDFിൻ്റെ വോട്ട് ഒരു 90,000 ഒക്കെ എത്തിയിരുന്നെങ്കിൽ ശരിയാണ്, LDFന് എതിരായ വലിയ കുത്തൊഴുക്കാണെന്ന് പറയാം. പക്ഷേ UDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശം പിടിച്ച വോട്ട് പോലും ഇത്തവണ ഈ എല്ലാ സംവിധാനവും സജ്ജമാക്കി ഈ ചേർക്കാൻ കഴിയുന്നവരെ ചേർക്കാൻ പറ്റാത്തവരെ എല്ലാം കൂട്ടിച്ചേർത്ത് എല്ലാം കൂടെ മത്സരിച്ചിട്ടും അവർക്ക് 1000-ൽ താഴെ വോട്ട് കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് എതിരായ വലിയ ജനവികാരമൊന്നുമില്ല. എന്നാൽ ഞങ്ങൾ ഏതെങ്കിലും തിരുത്തേണ്ടതുണ്ടോ, ഞങ്ങൾ ഏതെങ്കിലും സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അതെല്ലാം ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ഞങ്ങൾ കൂടുതൽ വിജയത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ശരി. ഈ ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹം ആ കണക്കുകളിൽ അതിൽ ഊന്നുകയാണ് വീണ്ടും. ആ ഒരു കണക്കുണ്ടല്ലോ, 78,527 എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ മാർജിൻ, 77,732 എന്നുള്ള ഇത്തവണ കിട്ടിയ കണക്ക്. ഈ ഭരണവിരുദ്ധ വികാരം അത്രയ്ക്ക് ശക്തമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിക്കുന്ന ചോദ്യം. അല്ല, അദ്ദേഹം പറയുന്ന കണക്കുകളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ ഈ പറയുന്നത്? അദ്ദേഹം, ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് 2016 മത്സരിക്കുമ്പോൾ സ്വതന്ത്രനായി വന്ന ആൾ കുറേ വോട്ടുമായി വന്നു. അദ്ദേഹം എന്താ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നൊന്നുമല്ലോ, മൊത്തം പൂളിലുള്ള വോട്ടുകളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുള്ളൂ. അദ്ദേഹം നോക്കൂ, ചിത്രരഞ്ജൻ ആദ്യം ഈ ശതമാന കണക്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വീട്ടിൽ പോയിട്ട് പഠിക്കണം. താങ്കൾ പറയുന്നത് ഇവിടെ 44%, 45% ഒന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല സ്വതന്ത്രം വരുന്നതിന് മുമ്പെന്നാണ്. 2011 ശ്രീ ആര്യാടൻ മുഹമ്മദിനോട് മത്സരിക്കുമ്പോൾ 2011 അന്നത്തെ സ്ഥാനാർത്ഥിക്ക് 60,733 വോട്ട്, 1,36,358 60,733 വോട്ട്, അതായത് 44.5% വോട്ട് ലഭിച്ചിട്ടുണ്ട് 2011 ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ. അവിടെ നിന്ന് നിങ്ങൾ 2016 ഈ സ്വതന്ത്രനെ വെച്ച് മത്സരിക്കുമ്പോൾ ആ സ്വതന്ത്രനോട് ചേർന്ന് പിടിച്ച വോട്ടുകളുടെ എണ്ണം 47.91% എന്ന് പറയുമ്പോൾ 44-ൽ നിന്ന് 47%-ലേക്ക് 3% വോട്ടുമായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അംഗീകരിച്ചാൽ പോലും 3% വോട്ടുമായിട്ടാണ് ഈ സ്വതന്ത്രം വന്നതെന്ന് നിന്നിരിക്കട്ടെ. ഈ 3% കൂടിയത് അദ്ദേഹം കൊണ്ടുവന്ന് കൂട്ടാമെന്നിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അദ്ദേഹം പോകുമ്പോഴും അതല്ല കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇപ്പോൾ അദ്ദേഹം പോയപ്പോൾ 11% വോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ 9% നിങ്ങളുടെ വോട്ടാണ്. 9% വോട്ട് നിങ്ങളുടെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് കുറവ് വന്നിട്ടുള്ളത് 720 വോട്ടാണ്. 1% പോലും എത്തിയിട്ടില്ല. താങ്കൾ പറഞ്ഞ 1.5%. ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണെന്നേ, അതിന് ചില കണക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളത് 0.8 ആണ്. BJP കുറഞ്ഞിട്ടുള്ളത് 0.01 ആണ്. അപ്പോൾ 0.01 ആണ് BJPക്ക് കുറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളത് 9%. അപ്പോൾ അതൊക്കെ, ഇതിനൊക്കെ ഒരു കണക്കിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ടേ. ആ വ്യവസ്ഥ അനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ താങ്കൾ എന്നോട് ചോദിച്ചോളൂ. ഇനി നിങ്ങൾക്ക് 2016 47.91% ഉണ്ടായിരുന്നു. 2021 ആയപ്പോഴത്തേക്ക് അത് 46.9 കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2,700 ഉണ്ടായിരുന്നു. നിങ്ങൾ ജയിച്ച ഒരു സീറ്റിൽ, നിങ്ങളിപ്പോൾ 2,700 വോട്ടിന് ജയിച്ച ഒരു സീറ്റിൽ നിങ്ങളിപ്പോൾ 11,000 വോട്ടിന് തോൽക്കുകയും മൂന്നാമതൊരു കക്ഷി കൂടി അവിടെ മത്സരിക്കും. LDFും UDFും BJPയും കഴിഞ്ഞ് നാലാമതൊരു കക്ഷി കൂടി മത്സരിക്കുകയും ആ കക്ഷി 11% വോട്ട് പിടിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇല്ലേ? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞില്ലേ? നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയോ? ഇത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടണ്ടേ? അപ്പോൾ ഈ അൻവർ കൊണ്ടുപോയ വോട്ട് ആരുടെ വോട്ടാണ്? അയാൾ വന്നപ്പോൾ കൊണ്ടുവന്നാണെന്നോ താങ്കൾ പറയുന്നത്? അയാൾ വന്നപ്പോൾ കൊണ്ടുവന്ന എന്ത് കണക്കാണ് താങ്കൾ ഈ പറയുന്നത്?
നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധാനം വിട്ടുപോയപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പിണറായി സത്തിനെതിരായി, മൻമോഹൻ സിംഗത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം. അത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ എന്തായാലും ഈ കണക്ക് പറഞ്ഞാൽ 19,000 വോട്ടത്തെ ജ്യോതികുമാർ ചാമക്കാല ഇടയ്ക്ക് വി ഡി സതീഷിനെതിരെയും പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടെന്നേ അദ്ദേഹം പറയും. അദ്ദേഹം ആർക്കെതിരെയോ പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം ഓരോ ദിവസവും പറയുന്നില്ല. ഞാൻ രാത്രി പറഞ്ഞല്ലോ ഇന്നലെ രാത്രി പറഞ്ഞത്, ഇന്നലെ രാത്രി പറഞ്ഞല്ലോ ഇന്ന് രാവിലെ പറയുന്നത്. അദ്ദേഹം പലതും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഞങ്ങളുടെ MLA ആയിരുന്നില്ലല്ലോ. അദ്ദേഹം LDFിൻ്റെ ഭാഗമായിരുന്നു, മുഖ്യമന്ത്രിയുടെ കടന്നൽക്കൂട്ടത്തിൻ്റെ നേതാവായിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ എല്ലാമായിരുന്നു. എനിക്ക് മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് പിന്നീട് മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ല, അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരാൾ വന്ന് മത്സരിച്ചിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വോട്ടാണ് കൊണ്ടുപോയത്. അദ്ദേഹം ഒരു മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ആവശ്യം വെച്ചുകൊണ്ടാണ് വോട്ട് പോയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് LDFിനോട് മത്സരിച്ചപ്പോൾ ഞങ്ങൾ 11,000 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. 11,000 വോട്ടിന് വിജയിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വോട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ വസ്തുതയെ നമ്മൾ കണക്ക് വെച്ച് സംസാരിക്കുമ്പോഴോ വസ്തുതകൾ വെച്ച് സംസാരിക്കുമ്പോഴോ നല്ലതാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കേ ഇനി എന്തിനാണ് കടന്നുരുളുന്നത്? എത്ര കടന്നുരുണ്ടാലും അതിനനുസരിച്ച് കൂടുതൽ ചിലയാകുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അടിത്തറ തകർന്നിട്ടില്ല. നിങ്ങളുടെ അടിത്തറ തകർന്നില്ലെന്നുള്ളതല്ല, നിങ്ങളുടെ മത്സരിപ്പിച്ച ആളെ ഞാൻ വീണ്ടും തിരിച്ചു പോവുക. M സ്വരാജ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, നേരത്തെ തോറ്റിട്ടുണ്ട്, അത് വേറെ വിഷയം. ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് നിർത്തി നിങ്ങൾ തോൽപ്പിച്ചതാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ? അദ്ദേഹത്തിന് ഒരു ചുമതല കൊടുത്ത് ഇങ്ങോട്ട് അയക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നല്ലേ? നിങ്ങൾ പല സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പറയണമെന്നല്ലേ? എന്നിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ മത്സരം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ വന്നതല്ലേ? മൂക്കിടിച്ച് താഴെ വീണില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ വസ്തുതകളായി കണ്ട് മുന്നോട്ട് പോകാം. ചിത്രജ, ഞാനും താങ്കളുമൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നവരല്ലേ, നമ്മൾ യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയം വലിയ ആഘാതമാണ് LDFിന് ഉണ്ടാക്കുന്നത് എന്ന വസ്തുത എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ മറച്ചു വയ്ക്കുന്നത്? ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ വട്ടക്കവിടെ മുന്നേ ഒരുത്തം വന്നപ്പോൾ കൊണ്ടുവന്ന് അവൻ പോയപ്പോൾ കൊണ്ടുപോയി, ഇതൊക്കെയാണോ പറയേണ്ടത്? നമുക്ക് സംസാരിക്കാം, സമ്മതിക്കാം, നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ജനവിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് ജനങ്ങൾ അകലുന്നു. അതൊരു വസ്തുതയല്ലേ? എന്തിനാണ് അതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നത്? അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജനവിരുദ്ധമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറാത്ത നിങ്ങളോട് പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? അപ്പോൾ സ്വാഭാവികമായും ആ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാകുക. അതാണ് ജനാധിപത്യത്തിൽ ഭൂഷണം. അതല്ല ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് അങ്ങ് പറയാനുള്ളതെങ്കിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നല്ല നമസ്കാരം. ശരി, താങ്കൾ തുടരുക. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. സ്വാഭാവികമായും ഈ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതായിരിക്കും NDAയുടെ ദൗത്യം. അതിനായി ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏതെങ്കിലും സൂചനകൾ, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതിൻ്റെയൊക്കെ ഒരു സൂചന നൽകുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഞങ്ങളിപ്പോൾ ഏറ്റവും പുറകെ നിൽക്കുന്ന ഒരു ജില്ലയായിരിക്കും മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയമായി, സംഘടനാപരമായല്ല, രാഷ്ട്രീയമായി ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്ത് നോക്കിയിരുന്നാൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജില്ലകളിൽ ഒന്നായിരിക്കും മലപ്പുറം, പർട്ടിക്കുലർലി വയനാട് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ട് മാത്രം ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെ പരിപൂർണമായിട്ടും ഒരിക്കലും വിധി എഴുതാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നും അല്ലല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയധികം രാഷ്ട്രീയമായ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്രയൊന്നും രാഷ്ട്രീയ സ്വാധീനം ഇതുവരെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഞങ്ങളൊരു വലിയ മാജിക് കാണിച്ചിട്ടുള്ള സ്ഥലമൊന്നും അല്ല നിലമ്പൂർ എന്ന് പറയുന്നത്. യുവരാജ് ഗോകുൽ, അങ്ങനെയെങ്കിൽ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്ന ഒരാളെ എന്തുകൊണ്ട് മത്സരിപ്പിക്കേണ്ടി വന്നു? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ പുതിയ സാധ്യതകൾ പരീക്ഷിച്ച് നോക്കുന്നതാണല്ലോ. ഞങ്ങൾക്ക് ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരിക്കലും സ്റ്റാഗ്നേറ്റഡ് ആയില്ലല്ലോ, അതെപ്പോഴും ഒരു ഒഴുകുന്ന വെള്ളം പോലെ ആയിരിക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ മേഖലകളിലേക്ക് കടന്നു കയറിയാൽ മാത്രമല്ലേ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വികസിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പരീക്ഷണങ്ങളും ഉണ്ടാകും. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് കൂടി അവസരം കിട്ടുന്ന ഒരു വേദിയായിട്ടാണ് അതിനെ കാണുന്നത്. ശ്രീ മോഹൻ ജോർജ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവതരിപ്പിക്കാൻ കഴിയുന്ന വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് ഉറപ്പിച്ചു നിർത്തുന്നതിനകത്തും അദ്ദേഹത്തിൻ്റെതായ ചെറിയൊരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ, ഇപ്പോൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിനെ സംബന്ധിച്ച് തന്നെയാണ്. മലയോര മേഖലകളിലേക്ക് നമുക്ക് വോട്ട് കിട്ടേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായ മേഖലകളിൽ നിന്ന്, മലയോര കർഷക മേഖലകളിൽ നിന്ന് വോട്ട് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം
വികാരം എന്ന് പറയുന്ന ഒന്ന് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ LDF-നെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടോ ഒക്കെ ചില ആൾക്കാർ അത്തരം മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിലൂടെ ഉറപ്പിച്ചു നിർത്തുവാനും സാധിച്ചിട്ടുണ്ട്. ശരി, ദയവായി തുടരുക. ചെറിയൊരു ശ്രീ പി ചിത്തരഞ്ജൻ MLA, CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞത് ഈ LDF-ന് വീഴ്ചകൾ പറ്റിയതുകൊണ്ടുകൂടിയാണ് ഇത്ര വലിയ പരാജയം ഉണ്ടായത് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് CPI സമ്മതിക്കുന്നുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾക്ക് പിന്നെ കുറവുകൾ സംഭവിച്ചിട്ടുള്ളത് എന്തെന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്ന്. അത് തന്നെയാണ് സഹ ബിനോയി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് CPM-ന്റെ പ്രതിനിധിയായി പറഞ്ഞതെന്താ, ഞങ്ങൾ പിന്നെ വന്നിട്ടുള്ള വീഴ്ച ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ അടിത്തറക്ക് കൂട്ടം തട്ടിയിട്ടില്ലെന്നാണ്. പിന്നെ ഇവിടെ ഇപ്പോഴും കണക്ക് പറയുമ്പോൾ ഞങ്ങൾ 2016 അൻവർ നിർത്തി സ്വതന്ത്രം നിർത്തി പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ 43.48% വോട്ടാണ്. അതിനുശേഷം ഞങ്ങൾക്ക് 45.43% വോട്ടാണ്. ഈ കണക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ കണക്കിനകത്തൊരു കസത്തും കാണിച്ചില്ല. 2011 ആര്യാടൻ മുഹമ്മദ് ലീഗിൻ്റെ മുഴുവൻ വോട്ട് കിട്ടിയോ? 2016 ചൗക്കത്തിന് മുഴുവൻ വോട്ട് കിട്ടിയോ? ഏതെല്ലാം പിന്നീട് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളം ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ മുഴുവൻ ലീഗിൻ്റെ മുഴുവൻ വോട്ടും പ്രകാശനം ചെയ്ത് കൊടുത്തു. ആര്യാടെ കുടുംബവും ലീഗുമായിട്ടുള്ള അകൽച്ചയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ചോദിക്കും ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ സമരമല്ലേ. കാരണം 2 തവണ ഗവൺമെൻറ് ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ അവർ നിന്നിട്ടില്ല. മൂന്നാമതൊരു ഗവൺമെൻറ് കൂടെ ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൻ്റെ അവസാനത്തെ ആളെ കൂടി അവർ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി, ആര്യാടന് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കാൻ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്രയും വോട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം. അവിടെ ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ജ്യോതികുമാറിനടക്കം ആ കാര്യം ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ 2011 അവിടെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, 2011 ആര്യാടൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചു വന്നതാണ്. ആ സന്ദർഭത്തിലെല്ലാം ആ മുന്നണിയിലുണ്ടായിരുന്ന അവസ്ഥ എന്താണെന്നുള്ളതും 2016 ആര്യാടൻ ഷൗക്കത്തിന് മുഴുവൻ വോട്ടും ഇന്നത്തെ UDF-ൻ്റെ വോട്ടൊന്ന് ലഭ്യമാകാതിരുന്നതാണ് എന്നുള്ള വസ്തുതയും. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് മുഴുവൻ വോട്ടും അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള നല്ല ഒരു മുന്നേറ്റം ആ കാര്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ലീഗിൻ്റെ നിലപാട്, അത് വേറൊന്നും കൊണ്ടല്ല. ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് എല്ലാ ഉത്തേജക മരുന്നുകളും കൂടി ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ അതുകൊണ്ടൊന്നും കേരളത്തിൽ ഇവർ അധികാരത്തിൽ വരാനും പോകുന്നില്ല. നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ച വോട്ട് കിട്ടാഞ്ഞത് എന്നത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ ഇതിൻ്റെയും കൂടി കഴിഞ്ഞ പ്രാവശ്യം 99 ആക്കി. ആ 99-നെ എങ്ങനെ വർദ്ധിപ്പിക്കണമെന്നായിരിക്കും നിശ്ചയമായും ഞങ്ങൾ തുടർന്ന് നടത്താൻ പോകുന്ന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഈ കേരളത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ മൂന്നാമതും തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മറുപടിയോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. എന്ത് പറയാനാ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഇത്രയൊക്കെ ആയിട്ടും പഠിക്കുന്നില്ല. 99 അതിനെക്കുറിച്ചാണ് പറയുന്നുള്ളൂ. 99 നിന്ന് ഇപ്പോൾ 98 അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന ഇപ്പം ഞങ്ങളുടെ ജയം വരുമ്പോൾ അതെല്ലാം ഞങ്ങൾ പിൻവാതിലൂടെ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ഇതെന്താ മാസപ്പടിയാണോ അങ്ങനെ പിൻവാതിലൂടെ ഉണ്ടാക്കാൻ? നമ്മൾ സംസാരിക്കുന്നത് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഭരണത്തെ സംബന്ധിച്ചും ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ചുമാണ്. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടായ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തിരുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു, കെട്ടുറപ്പോടി മുന്നോട്ട് പോകുന്നു. അതിന് ജനം നൽകിയ പ്രതിഫലമാണ് ഈ വിജയം. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങൾ അവരുടെ മുമ്പിൽ വിനീത വിധേയരായി നിൽക്കുന്നു. ഞങ്ങൾ ഇതിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ള നാന്ദി കുറിക്കുന്ന വിജയം കൂടിയാണിത്. ഇത് തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് UDF-നെ നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് അടുത്ത 2026 ഏപ്രിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് UDF-ന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശരി, നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഒപ്പം LDF പ്രതിനിധി ശ്രീ പി ചിത്തരഞ്ജൻ MLA, NDA പ്രതിനിധി ശ്രീ യുവരാജ് ഗോകുലി ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് ചർച്ച പൂർത്തിയാവുകയാണ്.